നമസ്കാരം. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ നമ്മുടെ കേരളത്തിലെ ഈ പേരൻസ് ഉണ്ടല്ലോ, രക്ഷിതാക്കളൊക്കെ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണം പൊട്ടിക്കാൻ തോന്നും. കാരണം ഇവർ പിള്ളേരെ സ്കൂളിൽ വിടുന്നതും എന്താ നടക്കുന്നത്, തിരിച്ചവർ വീട്ടിൽ വരുന്നു, ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെ മാനസികാവസ്ഥ എങ്ങനെ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇതൊന്നും ചോദിച്ചറിയത്തില്ല. ഒരു മൊബൈൽ അങ്ങ് കൊടുത്തു വിടും. അവർ ആ മൊബൈലിൽ എന്താ ചെയ്യുന്നത് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, പണ്ടത്തെ പോലെയല്ല ഇപ്പം. പണ്ട് ശരിക്കും പറഞ്ഞാൽ പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് പിള്ളേരൊക്കെ പുറത്ത് പ്രേമിച്ച് നടക്കുന്നതൊക്കെ കാണാം. പക്ഷേ സ്കൂൾ പിള്ളേർ അങ്ങനെ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ അങ്ങനെ കാണാറില്ല. കോളേജ് പിള്ളേരാണ് മോസ്റ്റ്ലി നമ്മൾ കാണാറ്. കാരണം പണ്ടത്തെ കാലത്ത് സ്കൂൾ പിള്ളേരൊക്കെ എട്ടും പൊട്ടും അറിയാതെ വളരെ ഇന്നസെൻ്റായി നടന്ന പിള്ളേരാണ് കൂടുതൽ പണ്ടത്തെ കാലത്ത്. കാരണം അവർ അത്ര ഒരു കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആവത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇൻസ്റ്റാഗ്രാം, ഈ യൂട്യൂബ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പിള്ളേർ ചെറുപ്പത്തിലെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആയി ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഇതിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലം. അതുകൊണ്ട് പാരൻസിന് വേണ്ടിയാണ് ഈ വീഡിയോ. സോ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിള്ളേർ മൊബൈലിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആദ്യത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ ഈ ജെൻസി പിള്ളേരെന്ന് പറയും, അവർക്ക് അറിയാവുന്ന പോലെ ഗാഡ്ജറ്റ് യൂസ് ചെയ്യുന്ന പോലെ ആർക്കും അറിയത്തില്ല. അത്രയ്ക്കും സ്കില്ലാണ് അവർ. ഒരു ഒരു ആപ്പ് യൂസ് ചെയ്യുന്നതായാലും ഒരു മൊബൈൽ യൂസ് ചെയ്യുന്നതായാലും. അതുകൊണ്ട് പിള്ളേരെ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാൻ റോഡിൽ പോയപ്പം ബസ്സിൽ ഏറ്റവും ബാക്കിൽ 2 സ്കൂൾ പിള്ളേരാണ്. അവർ വളരെ മോശമായിട്ടാണ് എല്ലാവരും കാണുന്നുമുണ്ട്. പക്ഷെ അവർ വളരെ മോശമായിട്ടാണ് അവിടെ ഇരുന്നത് 2 പേരും. ഇതൊക്കെ അവരുടെ അച്ഛനമ്മ അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. ഞാനിപ്പോൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ സദാചാരമെന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും സദാചാരമായിട്ടിരിക്കുന്ന ആൾക്കാരെ കൊണ്ടാണ് നിങ്ങളുടെയൊക്കെ പിള്ളേർ ഏകദേശം ഒരുപാട് സ്ഥലത്ത് രക്ഷപ്പെട്ടു പോകുന്നത്. കാരണം 2 പേര് പാർക്കിലോ എവിടെയെങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കാണുമ്പോൾ ഈ സദാചാരം എന്ന് പറഞ്ഞ ആൾക്കാർ വന്നിട്ട് അവരെ വഴക്ക് പറഞ്ഞ് ഓടിക്കും. അതേപോലെ കുറേ ഫെമിനിസ്റ്റുകളുണ്ട്. ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഫെമിനിസ്റ്റുകൾ. ബസ്സിൽ പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് നോട്ടം നോക്കിയാലോ അല്ലെങ്കിൽ തോണ്ടിയാലോ വീഡിയോ ലൈവൊക്കെ എടുത്ത് ഭയങ്കര ഫേമസ് ആകുന്നുണ്ടല്ലോ. ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് എതിർക്കുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഉപദേശിക്കുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത്രയ്ക്കും സേഫാണ് കുട്ടികൾക്ക്. അതൊന്നും ചെയ്യത്തില്ല. ഇവർ സ്വന്തം ഫേമസ് ആകാൻ വേണ്ടി കുറേ പെണ്ണുങ്ങളുണ്ട്. എവിടെയെങ്കിലും മനഃപൂർവ്വം പോയി ആണുങ്ങളുടെ അടുത്ത് നിൽക്കുക, ഇല്ലെങ്കിൽ സംസാരിച്ച് എന്തെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് വീഡിയോ എടുക്കുക, പിന്നെ ലൈവ് ഇടുക, എന്നിട്ട് ഫേമസ് ആവുക. ഈ ഫെമിനിസ്റ്റുകളുണ്ടല്ലോ, ഇവർ കാരണമാണ് ഈ ലോകം നശിക്കുന്നത്. ഈ കേരളത്തിൽ ഏറ്റവും നശിക്കുന്നത് ഈ ഫെമിനിസ്റ്റ് കാരണമാണ്. ഭയങ്കര ബോൾഡാണ്, ഭയങ്കര എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കണം, ഭയങ്കര ബോൾഡായിട്ടുള്ള ഡ്രസ്സ് ഇടണം, ഇങ്ങനെ ഓരോന്ന് പുതിയ പുതിയ ഇത് കൊണ്ടുവരുന്നത്. ഈവൻ തമിഴ്നാട്ടിൽ പോലും ഇങ്ങനത്തെ ഫെമിനിസ്റ്റുകൾ ഇല്ല. ഇവരിങ്ങനെയൊക്കെ പറയുന്ന മുന്നേ വല്ല നല്ല കാര്യം ചെയ്യാറുണ്ട്. ഇതുപോലെ ഏതെങ്കിലും സ്കൂൾ കുട്ടികളോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു മോശമായ ഒരു ഇത് വരുമ്പോഴത്തേക്ക് അവരെ വിളിച്ച് ഉപദേശിക്കുക, ഇങ്ങനത്തെ പോലെ നല്ല കാര്യം ചെയ്യുമോ. ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതേപോലെ ഈ കേരളത്തിൽ കുറച്ച് ഫെമിനിസ്റ്റുകളും കുറച്ച് ആൾക്കാരും ഉണ്ട്. ഈ പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, എല്ലാ സബ്ജക്റ്റും പോലെ സെക്സ് എഡ്യൂക്കേഷനും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്തിനാ സെക്സ് എഡ്യൂക്കേഷൻ, എന്തിനാ? എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ചേരുന്നത്, എങ്ങനെയാണ് കോണ്ടം യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഒരു ഈ ഫീലിങ്സ് എന്താ വരുന്നത്, ഇത് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിള്ളേർക്ക് ഇപ്പോഴേ ടി വിയിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ശരിക്കും സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞ് അവരെ പഠിപ്പിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. തൂക്കനാംകുരുവി എന്ന് പറഞ്ഞൊരു ബേർഡ് ഉണ്ട്. ഓക്കെ, ആ ബേർഡിൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മളൊന്ന് റിസർച്ച് ചെയ്താൽ കാര്യം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ആ ബേർഡിൻ്റെ ലൈഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ആണുണ്ട്, ഒരു പെണ്ണുണ്ട്. ഈ ആൺ എന്ത് ചെയ്യും, ഒരു കൂട് കെട്ടും. ആ കൂട് സ്ട്രോങ് ആയിട്ടൊന്ന് കെട്ടിയിട്ട് ആ കൂട്ടിൽ നിന്നിട്ട് ബഹളം വെക്കും. ഓക്കെ, അതായത് ആ പെണ്ണിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ബഹളം വെക്കും, പാട്ട് പാടും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം പെൺ ബേർഡ് ഇങ്ങനെ വന്നിട്ട് ആണിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കും. ആ കൂടൊക്കെ വന്ന് ചെക്ക് ചെയ്യും, കൂട് സ്ട്രോങ് ആണോ ചെയ്യും. കൂട് വീക്കാണെങ്കിൽ അത് പറന്നു പോകും, അത് സ്റ്റേ ചെയ്തില്ല. ഓക്കെ, ഇതുപോലെ അത് നല്ലോണം കൂട് കെട്ടിയിട്ട് ഈ ആൺബേർഡ് ആ കൂട്ടിന് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് പിന്നെ ഇരുന്ന് പാട്ട് പാടും. അപ്പോൾ പിന്നെയും ഒരു പെൺബേർഡ് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അത് പാട്ട് പാടിയിട്ട് ആ കൂടൊക്കെ ചെക്ക് ചെയ്യും. ആ കൂട് സ്ട്രോങ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഫുൾ അങ്ങോട്ട് റിസർച്ച് ചെയ്തിട്ട് അതിൻ്റെ വരാനുള്ള പാത്തൊക്കെ കറക്റ്റ് ആണോ നോക്കും. അതിൽ പാത്തും ഉണ്ട്. ആക്ച്വലി ഈ കൂട് കെട്ടുമ്പം ഒരു ട്യൂബ് പോലെ താഴോട്ട് ഒരു അതായത് അകത്തോട്ട് വരാനുള്ള ഒരു എൻട്രിയും പുറത്തോട്ട് പോകാനുള്ള ഒരു എക്സിറ്റും, ഇതെല്ലാം ആ കൂട്ടിനകത്ത് അത്രയ്ക്കും ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂടാണ് ഈ ആൺ തൂക്കനാംകുരുവി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെണ്ണ് എന്ത് ചെയ്യും, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോ, അതായത് ഒരു ആൺ
തന്നെ വെച്ച് പോറ്റാനുള്ള കഴിവുണ്ടോ, ആ കൂട് സ്ട്രോങ് ആയിട്ടുണ്ടോ, ബാക്കിയുള്ളവരിൽ നിന്ന് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഇവർ രണ്ടുപേരും ഇണചേരുള്ളൂ. ഇതൊക്കെയാണ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഗുഡ് ടച്ച് ബാഡ് ടച്ച് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഒരു ബേർഡിൻ്റെ അതുപോലത്തെ വേണം നമ്മൾ ഒരു ആണിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ ആണ് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് റിയൽ ടൈമിൽ ഒരു ആണ് പ്രപ്പോസ് ചെയ്യുമ്പം അത് ഉടനെ ഓക്കെ പറയരുത്. ആ ആണ് നമ്മളെ വെച്ച് പോറ്റാൻ പറ്റുമോ എന്നുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ഓക്കെ പറയാൻ. ഇത് 18 വയസ്സൊക്കെ കഴിഞ്ഞ് കോളേജ് ടൈമാണ് അവർക്ക് ആ അറിവ് വരുന്നത്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ലവ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് റിജക്റ്റ് ചെയ്യാൻ പഠിക്കേണ്ട ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. റിയൽ ടൈം ലൈഫിൽ നടക്കുന്ന സംഭവത്തിനെ ഒരു ആനിമൽസോ ഒരു ബേർഡ്സിനോ വെച്ച് എക്സാമ്പിൾ കൊടുത്ത് അങ്ങനെ വേണം അവരെ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാൻ. അല്ലാതെ ഇണചേരുന്ന സെക്സ് എഡ്യൂക്കേഷൻ അല്ല കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് പണ്ടത്തെ കാലം പോലെ അല്ലെന്നേ ഇപ്പോൾ. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പിള്ളേരൊക്കെ പുറത്തിറങ്ങി കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് നടന്ന ഒരു ടൈം അല്ല ഇപ്പോൾ. ഇപ്പോൾ ഫുൾ ടൈം നമ്മളെ ചുറ്റും എന്താ പറയുക, ഭയങ്കര നെഗറ്റീവുള്ള ആൾക്കാരും വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെയാണ്. ഒരു പെണ്ണിന് ബസ്സിൽ പോയാലും ശല്യമാണ്, എവിടെ പോയാലും ശല്യം തന്നെയാണ്. സോ അതുകൊണ്ട് ഒരു പാരൻസ് ആയിട്ട് നമ്മൾ ഇരിക്കുമ്പം കുട്ടികളെ വളരെ അധികമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭയങ്കര ബാധ്യതയുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഈ കുട്ടികളൊക്കെ പോയി ചുമ്മാ പോയി പ്രേമത്തിലൊക്കെ വീഴും. ഈ പ്രേമത്തിലൊക്കെ വീഴുമ്പോഴത്താണ് ഈ പ്രശ്നം വരുന്നത്, സൂസൈഡ് വരുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കുട്ടികളുമായിട്ട് ഇടപെട്ട് അവർക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ, അതായത് അവർ ഓപ്പണായിട്ട് നമ്മുടെ അടുത്ത് എല്ലാം പറയാൻ പറ്റണം. ആ ഒരു ഇതിൽ നമ്മൾ അവരെ കൊണ്ടുവരണം. അതുമാത്രമല്ല, നമ്മളവരെ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പോവും. കാരണം ആ പ്രായം അങ്ങനെയാണ്. അതും ഈ 14, 15, 16, 17, 18 ഈ പ്രായത്തിലൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അവർ ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. കാരണം അതൊരു അഡ്വെഞ്ചർ ആയിട്ടായിരിക്കും അവർ അത് ഫീൽ ചെയ്യുന്നത്. സോ ഈ പ്രായത്തിൽ നമ്മൾ മാക്സിമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് പാരൻസ് എപ്പോഴും ഒരു കണ്ണല്ല 2 കണ്ണും കുട്ടികളോട്ട് ഉണ്ടാവണം. അത് ആണായാലും പെണ്ണായാലും. പെണ്ണിൻ്റെ പ്രശ്നത്തിൻ്റെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആണിൻ്റെ സൈഡ് ഈ കഞ്ചാവ് ഇങ്ങനത്തെ സംഭവമൊക്കെ ഈസി ആയിട്ട് ആക്സസിബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പം കഞ്ചാവൊന്നുമല്ല, അതിനും മേളിലായി. സോ അതുകൊണ്ട് എപ്പോഴും ആൺകുട്ടികളെയും പെൺകുട്ടികളെ പോലെ തന്നെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്.